വെയിറ്റും കുറച്ചുകൊണ്ട് അതുപോലെ തന്നെ മണ്ണിൻ്റെ അളവൊക്കെ കുറച്ചുകൊണ്ട് ഒരു കോവൽ നടുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോവൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിരട്ട ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലെയർ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉണങ്ങിയ പായലില്ലേ, അത് പിന്നെ കുറച്ച് നല്ല പഴയ കുറച്ച് ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വാരി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കരിയിലയൊക്കെ കിട്ടിയാൽ നമ്മൾ വാരി സൂക്ഷിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോവൽ നട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, മണ്ണൊക്കെ കൊണ്ട് മുകളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് ഒന്ന് അത്യാവശ്യം എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യാം. ഈ ബോക്സ് നമുക്ക് പച്ചക്കറിയുടെ കടയിലൊക്കെ വെറുതെ കിട്ടുന്നതാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ചാക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മണ്ണും വളമൊക്കെ പുറത്തേക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ അതാ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന കോവൽ ഇതിനകത്തേക്ക് പറിച്ച് നടുവാണ്. വേരൊന്നും കളയാതെ എടുത്തിട്ടുണ്ട്. ഈ പോട്ടി മിക്സ് നല്ലതാണ്. ഞാൻ അത് തൈ നട്ടുപിടിപ്പിച്ചിട്ട് ഒത്തിരി നാളായതല്ല. താഴെ ഇരുന്നിട്ട് വെയിൽ കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട്, കാരണം വെയിലില്ലെങ്കിൽ ഇതിലൊന്നും കായ ഉണ്ടാവില്ല. ഇവിടെ പന്തലിടുന്നില്ല, അത് പന്തലിടാത്ത രീതിയിൽ വേറൊരു തരത്തിലാണ് ഇത് കോവൽ കയറ്റി വിടാൻ പോകുന്നത്. ആ പോട്ടി മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടാതെ ഒരു കുറച്ചുകൂടി പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ട്, പോട്ടി മിക്സ് അല്ല, ചാണകവും എല്ലുപൊടിയും വേപ്പിമിണ്ണാക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണിത്. ചാണകം, എല്ലുപൊടി, വേപ്പിമിണ്ണാക്ക്, അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് വളർന്നു വരണമെങ്കിൽ ഈ വളവും കൂടെ ആവശ്യമാണ്. ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് കുറച്ചുകൂടി മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊക്കെ എന്താ പറയുക, ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ നമുക്ക് പിന്നെ കോവലുമൊക്കെ നട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വള്ളി കെട്ടിക്കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം പന്തലില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഇത് നമുക്കിങ്ങനെ പടരുന്ന ചെടികളൊക്കെ ഇങ്ങനെ നമുക്ക് പടർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം നമുക്കറിയാമല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ഈ ടെറസിലായതുകൊണ്ട് എപ്പോഴും നമുക്ക് നനയ്ക്കാൻ കയറാനൊക്കെ പ്രയാസമാണ്. നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഈ കുപ്പി നമുക്കറിയാമല്ലോ, തുള്ളി നന, ഇതാ ഒരാഴ്ച കഴിഞ്ഞപ്പം ഇത്രയും നമ്മുടെ കോവൽ കയറിയിട്ടുണ്ട്. ഇതാണ് പന്തലിന് വരെ ചെയ്തിരിക്കുന്നത്. ഇത് കേരവള്ളിയാണ്, പകരം നമുക്ക് കയറ് ഉപയോഗിക്കാം കേട്ടോ. ഇതാ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കോവിലൊക്കെ കായൊക്കെ ഉണ്ടായി തുടങ്ങി കേട്ടോ. 2 കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പടർന്ന് കയറിയിട്ട് ഇഷ്ടംപോലെ കോവയ്ക്ക ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റ് ഒന്ന് അറിയിക്കണേ. അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. കണ്ടോ, താഴെ ഇരുന്നപ്പോൾ ഇത് വളരുന്നുമില്ല, കായയില്ല, ഒന്നുമില്ല. നല്ലപോലെ വെയിലും അതുപോലെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ കോവൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നട്ട് വളർത്താവുന്ന, ഈസി ആയിട്ട്, അധികം കേടൊന്നും വരാത്തൊരു പച്ചക്കറിയും കൂടിയാണ്. തന്നെയല്ല, പിന്നെ ധാരാളം ഗുണങ്ങളുള്ളതാണ്. പച്ചയ്ക്കൊക്കെ തിന്നാൽ നല്ലതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.